നമുക്കിന്നൊരു ബീറ്റ്റൂട്ട് തോരനായാലോ? ബീറ്റ്റൂട്ട് തോരൻ ഒരുവിധപ്പെട്ട ആർക്കും ഇഷ്ടമാവില്ല. എന്നാൽ നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കിയാലോ? ദാ ഇതുപോലെ 2 ബീറ്റ്റൂട്ട് എടുക്കുക. ബീറ്റ്റൂട്ട് ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബീറ്റ്റൂട്ട് മിക്സിയുടെ ജാറിലേക്ക് വാരി ഇട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇത് ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ ഈ 2 വെളുത്തുള്ളി, അത് ഓപ്ഷണലാണേ. പിന്നീട് 2 പച്ചമുളക്, അത് നമ്മുടെ എരിക്കനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും എന്ത് വേണേലും ചെയ്യാം. പിന്നെ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി, കുറച്ച് കറിവേപ്പില, കാശ്മീരി മുളക് പൊടിയാണേ. അതും നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 1 സ്പൂൺ കാശ്മീരി, 1 ടീസ്പൂണാണേ. പിന്നെ മഞ്ഞൾപ്പൊടി, അതും 1/2 ടീസ്പൂൺ. പിന്നീട് കുറച്ച് ഒരു ചെറിയ കിണ്ണം തേങ്ങ, അതായത് 1 മുറി, ആ 1 മുറി ചെറിയ തേങ്ങയായിരുന്നു കേട്ടോ, 1 മുറി തേങ്ങ. അതും നമ്മളെടുക്കുന്ന ബീറ്റ്റൂട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് തേങ്ങ എടുക്കാം. അത് 1 മുറി ഉണ്ടേ, കുറച്ച് വലിയ ബീറ്റ്റൂട്ടായിരുന്നു. ഇനി നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഞാൻ ഉപ്പിടുന്ന കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് വേണം അരയ്ക്കാൻ, അത് പറയാൻ വിട്ടുപോയി. ഇതാ ആയിട്ടുണ്ട്. ഇതാണ് പരുവം. ഇതുപോലെ നമ്മൾ ക്രഷ് ചെയ്ത് എടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുകയാണേ. കടുക്